ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് ഈവനിങ് ആണ് നമ്മുടെ ഫംഗ്ഷൻ വാവയുടെ. ഇന്ന് കുഞ്ഞാവേരെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ നമ്മള് പോവാൻ നിക്കാണ്. നമ്മളിപ്പോ ഡിജിയുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി പോവാണ്. രാവിലെ മീൻസ് 10 മണി അല്ല 9 മണി. മഴ ഉണ്ടാവരുത്, എല്ലാം ഭംഗിയാവണം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഭംഗിയായി തീരണം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ലെറ്റ്സ് ഗോ. കാശ് എടുത്താ അമ്മേ? എന്തൊരു ചൂടാന്ന് പറയാ. എടുത്ത കാശ് എടുത്താ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈദൽ വാവയുടെ ബർത്ത്ഡേ പരിപാടികളുടെ ആഘോഷ പരിപാടികളുടെ ഒരു പ്രാർത്ഥന പുസ്തകം എടുക്കണ ബൃഹത് വ്ളോഗാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു ആരംഭം മാത്രം മകെ. പ്രയർ സോങ് മാത്രമേ ഉള്ളൂ ഡിജി പറഞ്ഞേ. വലിയ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കില്ല, പ്രാർത്ഥനാ സോങ് മതിയോ? മുന്നൊരു ക്ലാസ് ഒക്കെ ആയിട്ടോ. അയ്യോ സാറേ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാൻ പാവം ജോസഫ് കുര്യവിള ഇവിടെ ഒരു ബേക്കറി കട നടത്തുന്നു. ഫോണില്ല കയ്യില്. പ്ലെയിനാണ് നിയന്ത്രിക്കാനെന്ന് വിചാരം. നിങ്ങൾ എങ്ങനെ ഇത് പഠിച്ചത്? വണ്ടി വളയ്ക്കാൻ ട്രാഫിക്കിലായിരുന്നു എനിക്ക് ജോലി. നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് പോണത് പന്തൽ പണിക്കാരുടെ അടുത്തേക്കല്ലേ? ആദ്യം നമ്മൾ പന്തൽ പണിക്കാരുടെ അടുത്തേക്ക് പോകുന്നു. പന്തൽ പണിക്കാരാ ഡെക്കറേഷൻ വർക്കാരുടെ അടുത്തേക്ക് പോകുന്നു. ഫസ്റ്റ് അവിടെയാണ് പോകുന്നത്. അവിടുത്തെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പാപ്പനെ ഇടിച്ചിട്ടരുത്. എന്നാ ഇപ്പഴത്തെ കൂടെ എവിടെ എത്തി മുന്നോ? നമ്മുടെ പരിപാടി നടക്കുന്ന ഇവന്റിന്റെ സ്പേസിലെത്തിയിരിക്കുകയാണ്. സുന്ദരികളുടെ ഉറക്കം കെടുത്തുന്ന സുന്ദരൻ ഡിജോ ബ്രോ എത്തിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? ഡിജോ ബ്രോ പുതിയ സ്റ്റൈലിൽ കണ്ണില് കണ്ണാടി വെക്കണതിന് പകരം വേറെ സ്റ്റൈലൊക്കെ, പുറകിലൊക്കെ കണ്ണാടി. അതായത് ഡിജോ ബ്രോക്ക് പുറകിലും കണ്ണുണ്ടെന്ന് മനസ്സിലായ? ഗ്ലാമർ ഉണ്ടല്ലോ, സുന്ദരനായിട്ടല്ലേ? പിന്നല്ല എന്താ കളിയാക്കണ പോലെ ഡിജോ ബ്രോ. ഇതെവിടെ നീട്ടി? അതിന്റെ ചോട്ടീന്ന് പൊട്ടയാ. നമസ്കാരം. എന്തുണ്ട്? സുഖം. നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ രാഹുൽ ബ്രോ പാർട്ടി ഹൗസ് എന്നല്ല നമ്മുടെ. അപ്പൊ ഇവരായിട്ട് ഇവിടുത്തെ ഡെക്കറേഷൻ പരിപാടികൾ ഫുള്ള് റെഡിയാക്കുന്നത്. ഇതാണ് ബ്രദർ രാഹുൽ. ഇതാണ് രാഹുൽ. ഹലോ. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളായിട്ട് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സ്റ്റേജ് അവിടെ വരും അല്ലേ? സ്റ്റേജ് ഇവിടെ വരും. നടുവിൽ നമുക്ക് ഈ വൈറ്റ് വരും, അതിന്റെ ഉള്ളിലായിരിക്കും ബേബിയുടെ പേര് വരും. റോയൽ വെൽക്കം ടു ഓൾ ഈദൽ. മുൻചേട്ടൻ എല്ലാം ഓക്കെ അല്ലേ? എറണാകുളത്തല്ലേ അപ്പൊ നിക്കുന്നത്? അല്ല, ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ വർക്ക് ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കരുതി എറണാകുളംകാരായിരിക്കും. അല്ല, ഞങ്ങൾ ശരിക്കും മലപ്പുറമാണ്, ഓൾ കേരളമാണ് സർവീസ് വരുന്നത്. എല്ലാ പരിപാടിയും ചെയ്യും. കല്യാണം, പാലുകാച്ചൽ തൊട്ട് എല്ലാ പരിപാടിയും വേണമെങ്കിൽ നിന്റെ അടിയന്തരം വരെ നടത്തും. ഞാൻ ഇതുവരെ 16 അടിയന്തരം കൂടിയിട്ടില്ലടോ. ഇല്ലേ? സ്വന്തം അനിയന്റെ അത് മാത്രം വ്ളോഗാക്കാൻ, ബാക്കി എല്ലാം വ്ളോഗാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ പേര് വന്നിട്ട് പാർട്ടി ഹൗസ്. പാർട്ടി ഹൗസ്. അതെ. സാധാരണ നമ്മൾ പറഞ്ഞില്ലേ നെഞ്ചിനകത്ത് ലാലേട്ടൻ, ഇത് നെഞ്ചിനകത്ത് പാർട്ടി ഹൗസ്. നമ്മുടെ വീട്ടിൽ ഇതിന്റെ ചുമപ്പുണ്ട്, ഇത് റോസ്, ഇത് ഇങ്ങനെ ഉണ്ടാവുന്നതായിരിക്കും അല്ലേ? പരിപാടി കഴിഞ്ഞ് പോകുമ്പോ ഒരു കട അല്ല, അതിന്റെ ഓരോ കട വെച്ച് പറയും. എവിടെ ഫുഡ് കൗണ്ടർ ഇടണേ? ഞങ്ങളുടെ കുടുംബത്തിലത്തെ ഏറ്റവും ഫാഷൻ ഉള്ള ആള് ഈ പുള്ളി. കണ്ടോ, കണ്ണാടിയൊക്കെ പുറകില്ല. ഇതിലെ കയറി കഴിഞ്ഞാലേ ഇതില് പിന്നെ ഇതിന് ഇറങ്ങില്ല. അങ്ങനെ നമ്മുടെ ഈദുവിന്റെ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലെത്തി. ക്രോഫ്റ്റ് കൊച്ചിയിലാണ്. ദ ക്രോഫ്റ്റ് പേര്, ദ ക്രോഫ്റ്റ് എന്നാണ് കേട്ടോ. കച്ചേരിപ്പടിയിലുള്ളതാണ്. നല്ല ഈസ്തെറ്റിക്, നല്ലൊരു പിൻട്രസ്റ്റ് വൈബ് ഉള്ള ഒരു സ്ഥലമാണ്. ബീനതേ ഊഞ്ഞാലിൽ ആടാൻ പോകുന്നുണ്ട്. വീടല്ലേട്ടാ. കുഞ്ഞാവ് ഇതിലിരുന്നിട്ടേ കാണാൻ വന്നപ്പോ ഇവിടെ ഇരുന്നിട്ടേ നീറ്റില്ല. നമ്മുടെ ഡെക്കറേഷൻ പരിപാടികൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക, എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വേണ്ടി വരില്ല, നമുക്ക് വണ്ണ് വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ സെന്ററിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ബലൂൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള കണക്ഷൻ കിട്ടും. ഓക്കെ ഗൈസ്, നമ്മൾ ഹോളിൽ നിന്ന് ഇപ്പൊ പോവാ സ്പീക്കർ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. അതിന്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ലെറ്റ്സ് ഹാവ് സം ഫൺ. എന്ന് വെച്ചാ അയ്യോ എനിക്ക് വിശക്കണോന്ന്. AC വേണോ നോൺ AC വേണോ? എന്താ കഴിക്കണ്ടേ സാർ? നമ്മൾക്ക് വിശന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഡോക്ടർ ആര്യാസിൽ നിന്ന്, ഹോട്ടൽ ആര്യാസിൽ. ഫുഡടി പരിപാടികളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ സന്തോഷം ആരോ കൈയിട്ട് വരുന്നുണ്ട്. മിസ്സേട്ടനാണ്. ഇനി എങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത സ്ഥലം? തമ്മനം. തമ്മനം ഷാജിനെ അറിയുമോ? നമ്മുടെ സ്വന്തം ആളല്ലേ. മൈക്ക് എടുക്കണം, സ്പീക്കർ എടുക്കാൻ പോകണം, ഗിഫ്റ്റ് എടുക്കണം. ഗൈസ്, നമ്മൾ ഇനി പരിപാടിക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. തകർക്കും നമ്മൾ ഇന്ന് ബർത്ത്ഡേ. ചേച്ചി പറ.
10 ഭയങ്കര ലാഭാണ്. അപ്പൊ ഇത് വാങ്ങിയാലോ എന്ന് വിചാരിച്ചിങ്ങനെ നിക്ക. കാറിൽ കൊള്ളൂ. മാസ്ക് ഇട്ട് വേറെ ഒന്നും എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. നമുക്ക് ഏറ്റവും ഷോപ്പ് ചെയ്യണതാണോ? ഒന്നും വാങ്ങണ്ട, അങ്ങനെ കണ്ടു നടക്കാൻ തന്നെ എനിക്ക് ഇഷ്ടം. ഹലോ, ഗേൾ തിങ്സ് വന്നപ്പോ ഞാൻ ഇവിടെ അങ്ങനെ നോക്കിക്കൊണ്ട് നിക്കാം. അവിടെ അമ്മ വുമൺ തിങ്സ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ 25 പോരെ? പോന്നോട്ടെ 80% ഉണ്ടല്ലോ ഇപ്പൊ ചാർജ്. ഗിത്താറൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. ഡിജബ്രോയുടെ ഒരു ഗാനമാണ് അടുത്തതായി വരാൻ പോകുന്നത്. പാടിക്കോ. അടുത്ത ഇവ മൈക്കിൽ സംസാരിക്കുന്നതായിരിക്കും. സംസാരിച്ചോ. സഹൃദയരായ എന്റെ ഗാനം ആലപിക്കാൻ അവൻ സമ്മതിച്ചില്ല. ഇത് കഴിഞ്ഞ് നേരെ നമ്മള് ഹോളിന്റെ അവിടേക്ക് പോണം. ഓക്കെ, താങ്ക് യു. വണ്ടി മാറ്റൂ. ജോയൽ വന്നിട്ടുണ്ട്. നിന്നെ കാണാനിരിക്കായിരുന്നു. ഇവിടുന്ന് വലിയ സ്പീക്കർ പിടിച്ചിറക്കാനുണ്ട്. ആരിറക്കുന്നു അപ്പഴ നീ വന്നേ. മുന്നുന്റെ പുതിയ ഷളിയുണ്ട് കാണിക്കുന്നേ. വിലക്കൂടിയത് അമ്മേനെ 2 ബോഡി ഗാർഡ് കൊണ്ടുവരണ പോലെ ഉണ്ട്. നമ്മളുടെ ഭയങ്കര എക്കോ കേട്ടോ ഗേസ്. നമ്മുടെ ബർത്ത്ഡേ സെറ്റപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 1 വയസ്സിന്റെ 1 ഉണ്ട് കേട്ടോ ഇവിടെ. എങ്ങനെയുണ്ട് മിസ് മേരി മാർഗരറ്റ്? അടിപൊളി, സൂപ്പർ. ഇതിനെ നമുക്ക് ചവിട്ടിക്കൊല്ലാം. പാവട അത് സ്ട്രഗിൾ ചെയ്യാ. ആ ഇലയുടെ അടുത്തിരിക്കാൻ വേണ്ടിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അച്ഛൻ. ഇത് ചേട്ടനാട്ടോ, വിച്ചുവിന്റെ അളിയൻ ഷൈൻ ചേട്ടന്റെ പാർട്ണർ ജെയ്സൺ. കൊച്ചിൻ ഭണ്ഡാരീസ് കാറ്ററിംഗ് സർവീസ്. വാഴ നനയുമ്പോ ചീരയും കൂടി നനയല്ലോ, അതാ സംഭവം. എടാ നിന്റെ ഭാര്യ വന്നിരിക്കുന്നു പുതിയ ഹെയർ സ്റ്റൈലൊക്കെ. എന്തേ? താങ്ക് യു. ഇനി പണിയെടുക്കാം. പട്ടയം അവളെന്തെടുക്കണ കൊച്ച് രസമുണ്ട്. നല്ല സ്ഥലം. ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2:30 ആയിരിക്കുകയാണ്. നമ്മളിവിടെ കസേരകളൊക്കെ നമ്മൾ വൃത്തിയാക്കി അതുമ്പോ തുണി ഉടിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എങ്ങനെയായിരുന്നു നമ്മളുടെ കസേര വർക്കൊക്കെ? ഞങ്ങള് കഷ്ടപ്പെട്ട ചേച്ചേട്ടൻ വേർത്ത് കഷ്ടപ്പെട്ടു. വെയിലുമുണ്ട്, പണിയെടുത്തല്ല. ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഞാൻ പഠിത്തം കഴിഞ്ഞു. സൈക്കോളജിയാണ് പഠിച്ചത്. ഓക്കെ. മനഃശാസ്ത്രജ്ഞ അല്ലേ? കൈ നോക്കി ഇത് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതെന്താ പറ്റാത്ത? തത്ത വേണോ? പൂച്ച. ഡിജിഡിബിന്റെ ഗാനം ഉണ്ടെന്ന് കേട്ടു ഇന്ന്. ഞാൻ പാടും. ഏതാണ് പാട്ട്? ഓടും. ഹലോ ചിക്കലോ ചിക്കലോ. ജോയലാണ് നമ്മുടെ ഒഫീഷ്യൽ DJ. ഇവിടുത്തെല്ലാം കഴിഞ്ഞില്ലേ? ആ ടേബിളും കൂടി ക്ലോത്ത് ഇടണം, കസേരയിലും കൂടി. നമ്മുടെ എല്ലാം ഓക്കെ അല്ലേ? റിട്ടേൺ ഗിഫ്റ്റ് വെക്കാനുള്ള സ്റ്റാൻഡ്. അമ്മ 3 മണി ആയിട്ടോ. ഗൈസ്, ഇവിടെ തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുക. ചെറിയ ക്ലീനിങ് കാര്യങ്ങളൊക്കെ. ഇനി കുളിച്ചൊന്നും കൂടി സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് വരണം പരിപാടിക്ക് വേണ്ടിട്ട്. എക്സൈറ്റഡ്. നിങ്ങളുടെ കൊച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. ഡിജോബ്രോയുടെ പുതിയ ബൈക്കാണ്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സംഭവമാണ്. മോനെ തകർത്ത് റൈഡർ ഡിജോബ്രോ. സ്റ്റാർട്ടാവുള്ളല്ല ഗൈസ്. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പയ്യാണ്ടായ. കുഴപ്പമില്ല. ഒരു ഓറഞ്ച് ജ്യൂസ് തണുത്തത്, ഒരു ഓറഞ്ച് ജ്യൂസ് തണുക്കാത്തത്. പിന്നെ രണ്ടുപേരിലുണ്ട്. ഓ ഡിജോബ്രോ, ജസ്റ്റ് 2 ഫിംഗർ. ഇതെന്ത് കാസിലോ കൊട്ടാനുണ്ടാക്കുന്നത് നിങ്ങള്? കൊട്ടാരത്തിന്റെ കൊമ്പ്. എനിക്ക് മോത്തിക്ക് നോക്കാൻ പറ്റുന്നില്ല. മോത്ത തിളക്കം കളഞ്ഞടിച്ചു പോകുന്നുണ്ട്. ഞങ്ങളുടെ പറമ്പിലുണ്ടായ കപ്പയാണ്. ഉറങ്ങാണോ? റിട്ടേൺ ഗിഫ്റ്റ്. ഓ മൈ ഗോഡ്, നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ ഇത് മറ്റേ ബ്രൗണി സെറ്റ്. ഇതിന്റെ ഉള്ളിലൊരു കാൻഡിലാണ്. ലിൻഡാപ്പി, ഇങ്ങനത്തെ ബ്രൗണി ഇങ്ങനത്തെ പരിപാടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിൻഡാപ്പിനെ കോണ്ടാക്ട് ചെയ്യാൻ എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക? ആ പേജിന്റെ പേരെന്ന് പറഞ്ഞു. എനിക്ക് പേജ് പറഞ്ഞു മതിയായി. എന്നാലും പറഞ്ഞോ. ബേക്ക് സ്റ്റോറീസ് ബൈ ലിൻഡ. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം.
ഇത് വന്നിട്ട് നമ്മുടെ ഡിജിയുടെ മുത്തപ്പാപ്പനെ, പുള്ളിയുടെ മീശ ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. കണ്ടോ, മീശക്കാരനാണ് പുള്ളി, ഭയങ്കര സുന്ദരനാണ്. ഉറങ്ങായിരുന്നു തോന്നുന്നു, നമ്മളിന്ന് തകർക്കും. അതാണ് ഡിജിയുടെ നഖങ്ങൾക്ക് ചായം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കളറാണ് ഇടുന്നത്? പൗഡർ. ഓ, അത് വിട്ടില്ലേ പൗഡർ ബ്ലൂ. ഞങ്ങളൊക്കെ വന്നു. കാലത്തൊട്ട് അമ്മാമ വരാൻ എത്തുമെത്തുന്ന് വിചാരിച്ചിരുന്നു. അമ്മാമിച്ച് എത്താൻ പറ്റിയില്ലടാ. അമ്മാമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അമ്മമ്മ. ഇന്ന് രാജകുമാരി ആവേതു എന്റെ തോർത്തും വരും. നന്നായി, നല്ലോണം പറഞ്ഞു. ഇതിപ്പോ ഡിജിയുടെ ബർത്ത്ഡേ. ഇതാണ് ഇതിന്റെ വലിയ മിത്തോത്തെ തരോ. എടാ ഇവ ഫോൺ ഷിയക്കുട്ട എന്റെ മുടി ഒന്ന് സെറ്റാക്കി തരും. സെറ്റാക്കി തരാ ചേച്ചി, സെറ്റാക്കി തന്നിരിക്കും. ഇതാരാ? ഡിജോ ലിൻഡാപ്പിയാണോ? കുട്ടിക്കാലത്തെ ഫോട്ടോ ആണോ നിങ്ങളുടെ? അതെ ഗൈസ്, അപ്പൊ നമ്മള് ഹാളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അതിന്റെ തകൃതിയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാല മാറ്റിട്ടേ പേളുമാല ഇടണോന്ന് ചോദിക്കാ ഞാൻ. എന്റെ മോനെ, ചെലപ്പോ മാറ്റില്ല. കൊമ്പനാന കുട്ടപ്പ, കൊമ്പുലുക്കും കുട്ടപ്പ, ആനക്കാരൻ വീരപ്പന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ഡിജോ ബ്രോ ഇവിടെ സെറ്റായി വന്നിരിക്കുകയാണ്. അടിച്ചടിച്ചു ബട്ടർഫ്ലൈ. നിങ്ങളുടെ പാട്ടുണ്ടെന്ന് ഞാൻ പാടില്ല. പിരിച്ചുവിടാനാണ് ആൾക്കാരെ. ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്നും പാടില്ല. ഇന്നത്തെ താരം ഫുള്ള് നമ്മുടെ ഏതൽ വാവയാണ്. നമ്മുടെ ബർത്ത്ഡേ ഒരു കാസ്റ്റിൽ എന്താ പറയാ, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ. കൊട്ടാരം തീമിലാണ് നമ്മൾ ഇന്ന് ബർത്ത്ഡേ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ കിട്ടിയതാ. ഭയങ്കര പണിയില്ല പ്രിൻസസ്. ഇതും ഇങ്ങോട്ട് വന്നേ. ജിഞ്ചിക്ക് ജിഞ്ചിക്ക് ജാ. ജിഞ്ചിക്ക് ജിഞ്ചിക്ക് ജാ. ഇതും എങ്ങനെ വരാം? നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സെറ്റ് ആക്കി കൊണ്ടുപോയി. ലിൻഡാപ്പിയുടെ പ്രിപ്പറേഷൻ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ 1 2 3 ആക്ഷൻ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഏതൽ മരിയ അബൈ, ഏതൽ വാവയുടെ ഏതുട്ടന്റെ ബർത്ത്ഡേ ആണ്. ശരിക്കും ബർത്ത്ഡേ 24-നാണ്. പക്ഷെ നമ്മൾ ചേച്ചേട്ടൻ പോകുന്നതുകൊണ്ട് നമ്മുടെ കുറെ കസിൻസ് ഒക്കെ പോകുന്നതുകൊണ്ട് അതിന് മുമ്പ് 17-നാണ് നമ്മൾ നടത്തുന്നത്. സോ നമ്മളുടെ സെലിബ്രേഷൻ ആരംഭിക്കുക. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് ഹോളിൽ വെച്ച് കാണാം. എല്ലാം സെറ്റായി വരട്ടെ. ആദ്യം വാവയായിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇറങ്ങാണ്. സ്വർഗസ്നായ ഞങ്ങൾ പിതാവേ, അങ്ങോട്ട് നാമ്പൂച്ചുമാൻ വാങ്ങി രാജ്യം രൺമേ, അങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അവിടെ പോയിട്ട് വേണം ഇതൊക്കെ പണിയാൻ. ഇവയെല്ലാം ഓക്കെ അല്ലടാ? ഓൾ സെറ്റ്. ഇനി അവിടെ എത്തിയാ മതി. നിന്റെ മറ്റേ ചീസ് കേക്ക് എടുത്താ? ബ്രൗണി എടുത്ത്, ചീസ് കേക്ക് എടുത്ത്, കേക്ക് എടുത്ത്, റിട്ടേൺ ഗിഫ്റ്റ് എടുത്ത്, എല്ലാം എടുത്ത് വേഗം കയറിക്കോ. വണ്ടി എടുത്തോ. മുന്നിന്റെ ഫോൺ എവിടെയാ? ഗൈസ്, നമ്മൾ ഹോളിലെത്തി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പൊ ഹോളിന്റെ അവിടേക്ക് പോവാണ്. നമ്മൾ ചെറിയൊരു ഗ്ലിംസ് കണ്ടു. നല്ല ഭംഗിയുണ്ട്. എടാ, നിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അറിയോ? ഇതറിയില്ലേ? ഇതാണ് മറ്റേ കോക്കനട്ട് എക്സ്പോർട്ടേഴ്സ് ഓഫ് കേരളത്തെ മെയിൻ ആണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാ. പേരെന്താന്നറിയോ? ഏകലവ്യൻ. എഡിറ്റിംഗ് സിനിമയിലാ. 3-4 സിനിമ വേണ്ട എന്ന്. ഗൈസ്, നമ്മുടെ വെൽക്കം പരിപാടികളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ രാഹുൽ ഭായ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹോളിന്റെ അകവും അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് എയ്തൽ, ഇവിടെ ബലൂൺ ഉണ്ട്. ഇതാണ് നമ്മുടെ കാസിൽ. എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ഒരുപാട് ബ്യൂട്ടിഫുൾ യങ് ഗേൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചെയറുകളൊക്കെ ഇങ്ങനത്തെ ഡിസൈനാണ്. ഇതിങ്ങനെ ഇതൊക്കെ നമ്മളിരുന്ന് തുടച്ചത്. കൊള്ളാം കുഞ്ഞെ, നിന്നെ ഇഷ്ടം തള്ളാൻ പാടില്ല. എന്നാലും മാനഞ്ഞോക്കി സഞ്ചാറ് ഒച്ചെടുക്ക്. ഈ പിൻട്രസ്റ്റിൽ നമ്മളിങ്ങനെ കാണുന്ന കുറെ സാധനങ്ങൾ ഇങ്ങനെ കൺമുമ്പിൽ കാണാൻ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രാൻഡ് ആയിട്ട് ശരിക്കും കാസിൽ തന്നെ തണുക്കുന്നു. വാവയുടെ ഇങ്ങനെ നമ്മള് ഓരോ കുഞ്ഞു ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫോട്ടോ ഷൂട്ടിന്റെ ഫോട്ടോ കേട്ടോ. അങ്ങനെ ഓരോരോ ഫോട്ടോസ് ഉണ്ട് ഇവിടെ.
ഇതെങ്ങനെയുണ്ട്? ഡിജി ഡിബറ്റ് ഇവിടെ റിട്ടേൺ ഗിഫ്റ്റുകൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക ടേബിളിമേ. പിങ്ക് സംഭവം ഉണ്ടല്ലോ, അത് ഈ ടോപ്പിൽ വെക്കാം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയായിട്ടില്ലേ? നമ്മ വിചാരിച്ചതിലും ഭംഗിയായി. അല്ലേ? അടിപൊളിയല്ലേ? ഇതൊക്കെ നമ്മുടെ ലിൻഡാപ്പി ഉണ്ടാക്കിയതാട്ടോ. ലിൻഡാപ്പി ഉണ്ടാക്കി ക്യാസിലാട്ടോ ഈ വന്നോണ്ടിരിക്കുന്ന മോനെ. ചിന്തിക്കാൻ പറ്റാനുള്ള ഒരു വയസ്സായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. സെക്കൻഡ് ബർത്ത്ഡേ സമയത്ത് നമ്മൾ പറയും ഫസ്റ്റ് നമ്മൾ ഇന്നലെ ആഘോഷിച്ച പോലെ എന്ന് പറയും നമ്മള്. ഉറപ്പാ. എങ്ങനെയാ ഇത്രയും വരെ എത്തിയെന്ന് എനിക്കറിയില്ല. വേഗായി. ഇതാരൊക്കെ വരുന്നേ? അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്റെ പൊന്നി കുറിച്ചൊക്കെ തകർത്ത് അങ്ങളെ പൊളിച്ച്. ഒരു ഫോട്ടോ എടുക്കാൻ പോവാ. പോണ്ടാ. നമസ്കാരം, പേര്? അമൽ. ഓക്കെ, മുന്നുവിന്റെ ഫ്രണ്ടാണോ? ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടികളാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ ഡെക്കറേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഓൺ വൈബ് ഗൈസ്. VIBE വൈബ്. ഇതാരണി മാമൻ. മാമനോട് കല്യാണം കഴിക്കണെന്ന് ചോദിച്ചു. അമ്മേനെയും ഒന്ന് വിളിക്കോ? എല്ലാരും കൂടി ഒരു ഫോട്ടോ പുറത്തുനിന്ന് എടുക്കാൻ. ആന്റി മുടിയൊക്കെ കെട്ടി മോഡേന എന്നാ പറയുന്നത്. മോഡേൺ ആക്കി തന്നെ അവര്. അതെ. എന്തിന്റെ സുഖല്ലേ? സുഖായിരിക്കണോ ഗൈസ്? അപ്പൊ നമ്മുടെ ഇവിടെ രാഹുൽ ബ്രോ ഉണ്ട്. രാഹുൽ ബ്രോ ഗംഭീരം. നിങ്ങള് എന്തോരം പണിയെടുത്ത സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. രാഹുൽ ബ്രോ ആണ് നമ്മുടെ ഫുൾ ഡെക്കറേഷൻ പരിപാടികൾ നേതൃത്വം കൊടുത്തത്. പുള്ളി ഇവിടെ തകർത്തിട്ടുണ്ട്. പുള്ളിനെ നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സില്. നമസ്കാരം അലൻ. ആൽവിൻ നമസ്കാരം. നമ്മളങ്ങോട്ട് വിളിക്കണം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഡിജോ ബ്രോ ഓ കൈ പിടിച്ച് പ്രണയാതുരനായി. അസൂയല്ലേ നിനക്ക്? അസൂയ? ഇവ നിന്റെ കൈ തന്നെ. ഇപ്പൊ കരയും. അയ്യോ. ഫാമിലി ഫോട്ടോഷൂട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തകർക്കും. ഇനി സ്റ്റേജിൽ പോയിട്ട് ബാക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇത് ഡിജിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പേരെന്തായിരുന്നു? പോലെ തന്നെ നമ്മുടെ നാട്ടുകാരിയാ. എല്ലാരെയും വട്ടട്ടിരുത്തി കത്തിവെപ്പിക്കല്ലേ? നിന്റെ ഭാര്യയുടെ പേര് എപ്പോഴും പറയണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെന്നാ പറഞ്ഞ. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ആർക്കും എല്ലാത്തിനും ഒരു മെൻഡിവ എന്ന് പറയണമെന്ന് പറഞ്ഞു പോയതാണേ. അനക്ക് വല്ല കാര്യം സോഫിയന്റെ നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? ഹലോ. ആങ്കറിംഗ് പരിപാടികൾ എങ്ങനെ ഇന്നത്തെ? എല്ലാം ഇവര് സെറ്റ് ചെയ്ത് തന്നോണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായില്ല. ഞങ്ങള് ഇടയ്ക്കുന്ന ഞാൻ ലുല്ലൂൽ ഒരു ദിവസം കൈയോടെ പിടിച്ചായിരുന്നു. ഒറ്റയ്ക്കാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒറ്റയ്ക്കല്ലായിരുന്നു. കണ്ണടിച്ചേ അവൻ കണ്ണടിച്ചു. വെൽക്കം 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 വെൽക്കം. എടാ മൂന്നുപേരും അടിപൊളിയായിട്ടുണ്ട്. അല്ലേ? ക്യൂട്ടായിട്ടില്ലേ? ഞാൻ പണ്ട് സൂപ്പർ അല്ലേ? അതിന്റെ അഹങ്കാരം ഒട്ടുമില്ല ആന്റി, ഒട്ടും അഹങ്കാരമില്ല. ആരുടെ സെലക്ഷൻ ഇത്? ഏത് ഈ 3 ഡ്രസ്സും അതവരുടെ സെലക്ഷൻ. ജിസേനെ ഒട്ടും മോശമല്ല, തകർത്ത്. അതെ, ആന്റിയുടെ സൗന്ദര്യം കിട്ടിയിരിക്കണേ. ലിൻഡ ചേച്ചി, ഇത് ഇവിടുത്തെ ലിൻഡ. ലിൻഡ അപ്പി. ഞാനും വിളിക്കണം. അച്ഛാ അവരൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയായിരുന്നു. അപ്പൊ ഇപ്പൊ പറയുന്നത് അവരെക്കാൾ അടിപൊളി അച്ചാച്ചനായിട്ടുണ്ടെന്ന്. എങ്ങനെയാണോ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ? ഒന്ന് വിളിച്ച് ചോദിക്കാവോ?
ഇവിടെ അന്നക്കുട്ടിയുടെ ഫോട്ടോഷൂട്ട് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ മറ്റാരുമല്ല, പ്രശസ്തിയായ മരിയക്കുട്ടി. മിഴിയോരം പനിനീർമണിയോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ ഇളം പൂവേ മിഴിയോരം നിലാവലയോ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ബേബിയാണ് രണ്ട് വീട്ടില്. വിജയൊക്കെ എന്നോട് ചോദിക്കും പപ്പക്ക് എന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇതിനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ പറയാറില്ല, എനിക്കിപ്പോ നിന്നെ ഇതിനും ഒരേപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഒരു പൊടി കൂടുതല് ഇപ്പൊ ഇത് എഴുതുനെ നോക്കാനേ സമയം കിട്ടുന്നുള്ളൂ. അപ്പൊ ടിജു എന്നോട് ചോദിക്കും, ഇപ്പൊ എഴുതു വന്നതിൽ പിന്നെ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ പറയാന്ന് വെച്ചാൽ ഇവിടെ ഇവരെല്ലാരും പറഞ്ഞതും അതേപോലെ തന്നെ എന്റെ അനുഭവത്തിലും ഒരുപാട് സന്തോഷമായി. ഒരുപാട് സന്തോഷം. എനിക്കൊരു മാലാഖ കുട്ടീനെയാണ് കിട്ടിയത്. പണ്ട് സിനിമ കാണുമായിരുന്നു ടെൻഷനൊക്കെ വരുമ്പോ. ഇപ്പോ ഇതിലടുത്തുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ മോസ്റ്റ്ലി ഹാപ്പിയാണ്. പനിനീർമണിയോ കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ആരെങ്ങനെ ഒച്ചുണ്ടാക്കണേ? മുകളിലോട്ടേക്ക് അമ്പിളിമാമനോടെ അമ്പിളിമാമ അപ്പൊ ശരി, കാണാം. ദൈവം ക്യാമറ ഇല്ല. ചേച്ചിനോടുള്ള അതിയായ സ്നേഹം. നീ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എല്ലാവരോടും ഡിജി ചേച്ചി രണ്ട് ചേച്ചിമാരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ഇപ്പൊ കൊച്ചിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ വരുമ്പോ പോകുമ്പോ ഒരു സങ്കടം ഉണ്ടാവും. കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു. സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. ഇത് സുന്ദരന സുമുഖനുമായ ഞങ്ങളുടെ ജോയൽ ജോഷി കിണറ്റുകരയിലെ വലിയ തറവാടികളാണ്. കല്യാണം അന്വേഷിക്കുകയാണ്. നല്ല കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാൻ കമന്റ് ചെയ്യുക എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. അതിനല്ല കാരണവന്മാരല്ലേ അങ്ങനെ എന്നിട്ട് മതിയാവുണ്ടോ? വേണ്ട എന്റെ അടുത്തിട്ടേക്കും എന്റെ നമ്പർ പറയാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്. 27 വയസ്സുള്ളൂ. 28. സോറി കേട്ടോ, ക്ഷമിക്കണം. അപ്പൊ പ്രായം കൂടിയാലും കുഴപ്പമില്ല. ജാതി മതമൊന്നും പ്രശ്നമല്ല. ഒരു പ്രശ്നമല്ല. അവൻ ആ ഒരു കൺസെപ്റ്റ് ചെയ്യില്ല. ഭാഷ പ്രശ്നമല്ല. മലയാളി വേണം നിർബന്ധമില്ല. എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. ഹിന്ദി പറ്റൂല. വെറുപ്പ ഹിന്ദി. ലൗകിക ജീവിതത്തിന്റെ ഭാഷ നീ ലൗകികമെന്നല്ല ഉദ്ദേശിച്ചേ, അക്ഷരം മാറിയിട്ടില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ജോയലിന്റെ പ്രൊഫൈല് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. പറയണില്ല. അതുനും കിട്ടും. അതെ, അങ്ങനെയാണെങ്കിൽ കൊടുക്കാന്ന് വേണം. കൊടുക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. അപ്പാപ്പനും മോളും ഒറ്റയ്ക്കിരുന്ന ആടാണ്. ഞങ്ങളിങ്ങനെ ഒറ്റക്കിരുന്ന് സൈലന്റ് ആയിട്ടായിരുന്നു. എപ്പോഴാന്നറിയില്ല കുട്ടി വൈലന്റ് ആയി. ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല അടിച്ചു പൊളിച്ചു അല്ലേ എല്ലാവരും? ഫുഡിന്റെ സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. ഓ വളരെ സന്തോഷം. ഇത്രയും വിജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇതെന്താ സെൽഫി പരീക്ഷയാണ്? പരീക്ഷ പോലെ ആയിരുന്നു.
ആകെ തോൽവി ഇയാള് മാത്രമേ ഉള്ളൂ. ചേച്ചേണ്ണുള്ളതുകൊണ്ട് എനിക്കൊരു ആശ്വാസം. എങ്ങനെയായിരുന്നു പരിപാടികള്? സൂപ്പർ ആണോ? വാവ എങ്ങനെയായിരുന്നു കാണാൻ? സൂപ്പർ ആയിരുന്നു. ആണ് ജിസി എല്ലാം സെറ്റ് അല്ലേ? പിന്നെ പക്ഷെ ഫുഡ് ജിസി ആന്റിയുടെ അടിപൊളി കേട്ടോ. എല്ലാരും അമ്മ രണ്ടു വാക്ക് നല്ലതായിരുന്നു. രണ്ടു വാക്ക് കറക്റ്റ് ആയി പറഞ്ഞു. വളരെ നല്ലതായിരുന്നു. ഓക്കെ അങ്കിള് എല്ലാം സെറ്റ് അല്ലേ? എല്ലാം ഭംഗിയായി, അടിപൊളിയായിരുന്നു. എല്ലാരും വന്നു, സന്തോഷമായി. താങ്ക് യു ഒന്നായിരുന്നു, ഒരുപാട് സന്തോഷം. പരിപാടി വൻ ഹിറ്റ്. അപ്പൊ അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ബൈ ബൈ. കയ്യിലെങ്കിൽ സ്ഥലമില്ല, അപ്പൊ തലയിലിരിക്കുമ്പോ ബുദ്ധിമുട്ടില്ലല്ലോ. അതെ കയ്യിലൊക്കെ സാധനം. ഇന്നത്തെ ബർത്ത്ഡേത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ ഇതാണ്. ആ ഭാഗ്യം അപ്പൊ എനിക്ക് കിട്ടി. ഇതും എനിക്ക് തന്ന് അമ്മാമ്മ ചുന്ദരി ആയിക്കൊന്നു. അതാണ്